ഇത് നമ്മുടെ തൃശ്ശൂരുള്ള കൊല്ലങ്കോട് കൊട്ടാരാണ്. കൊല്ലങ്കോട് രാജാവ് മകൾക്കായിട്ട് പണിത കൊട്ടാരമായതുകൊണ്ടാണ് കൊല്ലങ്കോട് കൊട്ടാരം എന്ന പേര് വന്നത്. ഞങ്ങൾ ഇതുവഴി കുറേ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഉള്ളിൽ കയറുന്നത്. ഞങ്ങൾ 2 പേരാണ് ഉണ്ടായിരുന്നത്. മൊബൈൽ ക്യാമറയ്ക്കും ചാർജ് ഉണ്ട്. ടോട്ടൽ 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി. ഫസ്റ്റ് ഫ്ലോറിൽ കൂടുതലായിട്ടും കാണുന്നത് പഴയ കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ്. ഇങ്ങനെ ചെരുപ്പ്, ഓലക്കുട, ചട്ടി, കലം, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. പിന്നെ യുദ്ധത്തിന് കൊണ്ടുപോയ വാള്, അവരുടെ ഡ്രസ്സുകൾ, അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട്. പിന്നെ അതിൽ കുറേ സാധനങ്ങളൊക്കെ അത്ര പഴയതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും അതൊക്കെ കാണാനും കണ്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ല. ഒബ്ജക്റ്റിൻ്റെ എല്ലാ വീഡിയോസും കൊട്ടാരത്തിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം, പക്ഷെ നമ്മുടെ ഒന്നും എടുക്കരുതെന്നാണ് അവിടെ പറഞ്ഞത്. ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ ഡ്രോയിങ്, പെയിൻറ്റിങ്, ഫ്രെയിംസൊക്കെയാണ് ഉള്ളത്. ഇതുപോലെ പുരാതനമായ വസ്തുക്കളൊന്നുമില്ല, അങ്ങനെയുള്ള ഫ്രെയിംസ് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. പഴയ ഇതുപോലത്തെ കൊട്ടാരവും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. കൊട്ടാരത്തിനോട് ചേർന്ന് ഇതുപോലെ ചെറിയൊരു ഗസ്റ്റ് ഹൗസ് പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളൊന്നും കയറാൻ പറ്റില്ല. പുറത്ത് പിന്നെ നമുക്ക് എത്ര വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അവിടെ കുറേ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ കുറേ നടന്നു. കൊട്ടാരത്തിൻ്റെ ഒരു സൈഡ് മതിൽ നിറച്ച് ഇതുപോലെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല കാഴ്ചകളായിരുന്നു. അപ്പോൾ ഇതുപോലെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ഒക്കെ ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.